ഇങ്ങനെയൊക്കെ ഇന്ന് പാടാൻ ഉള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ എന്താണ് അതിന്റെ പുറകിലുണ്ടായിരുന്ന ശക്തി? ഗ്രീൻസൺ ചേട്ടന്റെ മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്താണ് ഗ്രീൻസൺ മോട്ടിവേറ്റ് ചെയ്തത്? ഇതുവരെ ഒരു കണ്ടസ്റ്റൻസ് എന്താണ് പറഞ്ഞത്? നന്നായിട്ട് പാടണമെന്നില്ല എപ്പോഴും പറയും. എപ്പോഴും പറയും. പക്ഷെ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു. ഇന്ന് എപ്പോഴും സംസാരിക്കുന്ന, ഇന്ന് കുറച്ചു നേരം പിണങ്ങി. ആര്? ഗ്രീൻസൺ ചേട്ടൻ പിണങ്ങിയപ്പോ പിണങ്ങി എന്നിട്ട് പിന്നെ ശരിയായി. പിന്നെ മോട്ടിവേഷൻ തന്നു. ആണോ? ഓ അപ്പൊ ആദ്യം പിണങ്ങണം, എന്നിട്ട് പിന്നെ കൂട്ടുകൂടിയിട്ട് പിന്നെ മോട്ടിവേഷൻ തരണം. പച്ചമോൻ ഇവിടെ വരൂ. പച്ചമോന് വരണം. നമ്മുടെ ഗ്രൂമേഴ്സ് എന്ത് മാജിക് ആണ് ഈ ദുർഗയിൽ ഗ്രീൻസൺ ചെയ്തത്? എന്താണ് ഉപദേശിച്ചത്? എന്ത് മോട്ടിവേഷൻ ആണ് ഗ്രീൻസൺ കൊടുത്തത്? എനിക്ക് സ്റ്റെപ്പ് മനസ്സിലായി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് ചെയ്യേണ്ടത്. ആദ്യം പിണങ്ങണം, അതിനുശേഷം കൂട്ടുകൂടണം, അതിനുശേഷം ഉപദേശിക്കണം. ഇത്ര 3 സ്റ്റെപ്പുകളുണ്ട്. എന്തായിരുന്നു പച്ചമോന് അവിടെ സംഭവിച്ചത്? ദുർഗ ശരിക്കും സംസാരിക്കാൻ പ്രാപ്തിയുള്ള ഒരു കുട്ടിയാണ്. നല്ലപോലെ പാടാനും അതുപോലെ സംസാരിക്കാനും നല്ല കഴിവുള്ള കുട്ടിയാണ്. പക്ഷെ ഇവളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവള് ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഈ ഉൾവലിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അതാണ് അവൾ സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചേക്കുന്നത്, ഭയങ്കരമായിട്ട് വോയിസ് ഷിവറിങ് ഉണ്ട് സംസാരിക്കുമ്പോ. അപ്പൊ അത് ഞാൻ ഇന്ന് പുറത്ത് ഇങ്ങനെ പറഞ്ഞ അവളോട് ഇങ്ങനെ തല്ലുപിടിച്ച് അതൊന്ന് ഞാൻ ഒന്ന് പെർഫെക്റ്റ് ട്യൂണിങ് പോലെ ആക്കി. അങ്ങനെയാണ് കയറ്റിവിട്ടെ. അപ്പൊ അമ്മ ഉഷാമ ഇപ്പുണ്ട്. ഉഷാമ ഇത് കണ്ടിട്ട് ഒന്ന് ചോദിച്ചു, ദുർഗ രൗദ്രയായോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കയറ്റി വിട്ടതാ. എപ്പോഴും ചെയ്യാറുണ്ടത്. പച്ചമോനെ എന്തോ സത്യത്തിൽ അങ്ങ് ആരാണ്? പ്രഭു അങ്ങനെ ഒരു ഇതുവരെ ഇത്ര നാളായിട്ട് ഇവിടെ ദുർഗ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വേറെയുടെ കാര്യം പലപ്പോഴും പറയാറുണ്ട്. ഇന്ന് അതൊന്നും ഇല്ലാതെ ഇത്രയും ഭംഗിയായിട്ട് പാടണമെങ്കിൽ ദുർഗയല്ല, ഗ്രീൻസൺ ചില്ലറക്കാരനല്ല. അതെ, എന്തായാലും കൊള്ളാം. പിന്നെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കേണ്ടത് നമ്മുടെ ഗ്രൂമേഴ്സ്, വൈശാഖ്, സിയാദ്, ബാക്കിയുള്ള മറ്റുള്ളവരും. നിങ്ങളുടെയൊക്കെ ഹെൽപ്പ്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പാടുന്നത് കുട്ടികൾ. ഇത്രയും എല്ലാ കുട്ടികളും പ്രത്യേകിച്ച് ഇന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ദുർഗയുടെ കാര്യം. ഇത്രയും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് വളരെ അപൂർവം ചില പാട്ടുകളാണ് ഇവിടെ പാടിയിട്ടുള്ളത്. അതിൽ ഒരു പാട്ടാണ് ഇത്. സ്പെഷ്യലി കൺഗ്രാജുലേറ്റിംഗ് ബോത്ത് ഓഫ് യു, അപ്രീഷിയേറ്റിംഗ് ഗ്രീൻസൺ. ഗ്രേറ്റ് ജോബ്. കൊള്ളാം. എല്ലാ കുട്ടികൾക്കും ഇതുപോലെ മോട്ടിവേഷൻ കൊടുക്കും. അപ്പൊ പിന്നെ ഇനി വേറെ ഒന്നും പ്രത്യേകിച്ച് ഇല്ലല്ലോ. വേറെ എന്ത് ചേട്ടാ? മാർക്ക് കൊടുക്കണം, പറഞ്ഞു വിടണം. സ്റ്റാറോ കൊടുത്തേക്കല്ലേ? നമ്മുടെ ദുർഗല്ലേ? യെസ്. എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം ഉള്ളൊരു തിരിച്ചുവരവല്ലേ, അപ്പോ നമുക്ക് കാര്യമായിട്ട് ഞങ്ങൾ പരിഗണിച്ചേക്കാം. യെസ്. അപ്പോ ദുർഗക്കുട്ടിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 100 out of 100 പ്ലസ്. ഹൗ മെനി സ്റ്റാർസ്? ദുർഗുന് എത്ര സ്റ്റാർ വേണം? 3 stars. ഇത്രയൊക്കെ മതിയല്ലേ? അത് മതി. ഇന്ന് അരവിന്ദ് ഏട്ടൻ എന്ത് പറയുന്നു? ഔട്ട് ഓഫ് 5 stars. എത്ര സ്റ്റാർസ് കൊടുക്കണം അരവിന്ദേ? എത്ര സ്റ്റാർസ് കൊടുക്കണം? പറയുന്നത് ദുർഗ 3 അല്ല, ഒരു 4 നമുക്ക് പിടിക്കാം. എന്നാ നമുക്ക് ഇവിടെ നമ്മുടെ ഗ്രൂമേഴ്സ് വൈശാഖിനോടോ സിയാദിനോടോ ചോദിച്ചു നോക്കാം, എത്ര കൊടുക്കണം? നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെ പാടി? നിങ്ങൾക്കറിയാലോ, നിങ്ങൾ പഠിപ്പിച്ചതാണല്ലോ, നിങ്ങൾ ട്രെയിൻ ചെയ്തതാണല്ലോ. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് 5 സ്റ്റാർ കിട്ടാൻ തന്നെയാണ് ആഗ്രഹം.